Hello everyone, welcome to Disha Army channel. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ SSC GDയുടെ ബുക്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാം 2025-26ലേക്കുള്ള SSC GDയുടെ പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് വീഡിയോസ് ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ ഏറ്റവും കൃത്യമായിട്ട് ബോധവൽക്കരിപ്പിച്ച് നിങ്ങളെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് അതിന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു SSC GD ബുക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, ഇപ്പം ബുക്സിനെ പറ്റി പറയുമ്പോൾ ബുക്സിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യമല്ല പറയുന്നത്. ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബുക്ക് വാങ്ങിക്കാൻ അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ഒരു സൈഡ് കമ്പാനിയൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നൽകാൻ എപ്പോഴും ഒരു ബുക്കിന് കഴിയും. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേ എന്ന് പറയുന്നത് നമ്മുടെ ബുക്സിലൂടെയാണ്. അതുകൊണ്ടാണ് ആ ബുക്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചിലർക്ക് ബുക്കിലൂടെ പഠിക്കാൻ പറ്റും, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഇത്രയും ബുക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയ്യിൽ കരുതാം എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ 1-2 ബുക്സ് എങ്കിലും കയ്യിൽ കരുതുന്നതിൽ തെറ്റില്ല. ഓക്കെ, അപ്പോൾ SSC GD എക്സാം പാറ്റേണിന് വേണ്ടിയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും റീസണിങ്ങിൻ്റെ കാര്യം നമുക്കറിയണം, ജനറൽ നോളജ് GKയുടെ കാര്യം അറിയണം, മാത്സ്, ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്ട്സ് ആണ് നമുക്ക് വരുന്നത് അല്ലേ. ഈ 4 സബ്ജക്ട്സിലും നമ്മൾ അത്യാവശ്യം മാർക്ക് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നല്ല നല്ല പോസ്റ്റുകൾ GDയിൽ തന്നെ സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പ്രയത്നമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം 4 സബ്ജക്ട്സ് ആണ്. ആ 4 സബ്ജക്ട്സിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ബുക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്, ഞാൻ പറയുന്നു ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുമ്പോഴേ പറയുകയാണ്, ബുക്ക് എപ്പോഴും നമുക്ക് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് ആദ്യമേ ബുക്ക് വാങ്ങിച്ചു വെച്ച് പഠിച്ചെന്ന് പറഞ്ഞ് ഒന്നും നേടാൻ പറ്റത്തില്ല. ആ ഒരു രീതി നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിക്കോണം. നമുക്ക് അത്യാവശ്യം ബേസ് ഉണ്ട്, നമ്മൾ സിലബസ് ഒക്കെ കവർ ചെയ്തു. ഒരു പ്രാക്ടീസ് സെഷനാണ്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ജസ്റ്റും കൂടെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ആദ്യമേ മനസ്സിലാക്കിക്കോളാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ സിലബസ് ഒക്കെ കവർ ചെയ്ത് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ടോപ്പിക് വൈസ് കുറേ ക്വസ്റ്റ്യൻ ഡിസ്കഷനും PYQs ഒക്കെ അറ്റൻഡ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SSC GDയുടെ കോൺസ്റ്റബിളിൻ്റെ 2025 പിനാക്കിളിൻ്റെ ബുക്കുണ്ട്. പിനാക്കിളിൻ്റെ നമുക്കറിയാമല്ലോ 10ാം ക്ലാസ് ബേസ് ആണ് ഇതിന് വരുന്നത്, SSC GDക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിട്ടുള്ള മേഖലയിൽ നമുക്ക് ആയിരിക്കും നമുക്ക് വരുന്നത്. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സുകളേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, കണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ഈസിയാണ്. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മാത്സ്, റീസണിങ്, GS, ഇംഗ്ലീഷ് ടോപ്പിക്സ് കവർ ചെയ്യുന്നുള്ള SSC GDയുടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. നമുക്കറിയാം SSCയുടെ ബുക്കും ഉണ്ട്, SSC GD. ഇപ്പോൾ SSC GDക്ക് വേണ്ടി മാത്രമായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SSC GDയുടെ കോൺസ്റ്റബിൾ ബുക്ക് മാത്രം വാങ്ങിച്ചു വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ അതിൽ ഫുൾ ടോപ്പിക് കവറാണ്. നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ബുക്ക് മതി എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം പിനാക്കിൾ നമുക്ക് ഒരുപാട് നാളായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഒരുപാട് പേർക്ക് TCSന്റെ പാറ്റേൺ അനുസരിച്ച് അവർ എന്ത് ചെയ്യുന്ന ഇറക്കുന്ന ബുക്കാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. TCSന്റെ പാറ്റേൺ മാറുമോ, ചേഞ്ച് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു തീരുമാനം ആവാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ PYQs ഒക്കെ തന്നെയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. ഇനിയിപ്പോൾ അവർ മാറ്റിക്കഴിഞ്ഞാലും ഈ പാറ്റേൺ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അവർ ചോദിച്ചു വന്ന ആ പാറ്റേൺ തന്നെയായിരിക്കും അവർ കണ്ടിന്യൂ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിനൊക്കെ കുറച്ച് ടൈം പ്രോസസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെന്തായാലും നല്ലൊരു ടൈം എടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു PYQ സെഷൻ, കാരണം നമ്മൾ ആദ്യം ബേസും അതിൻ്റെ അത്യാവശ്യം നിലയും നമ്മൾ എന്ത് ചെയ്യുക, സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചോദിക്കുന്നതിലൊന്നും വലിയ ഡിഫറൻസ് വരാനില്ല എന്നുള്ളൊരു കാര്യം റിയലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ SSC GD ഒരു കംപ്ലീറ്റ് ടോപ്പിക്കാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബുക്ക് നേടാവുന്നതാണ്. ഇനി അല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ഞാൻ ഈ ഒരു സബ്ജക്റ്റിനാണ് വീക്ക്, ആ സബ്ജക്റ്റിന് എനിക്ക് എന്തെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ നല്ലത് എന്ന് തോന്നുന്നവരാണെങ്കിൽ മാത്സ് ആണ് എപ്പോഴും ബുദ്ധിമുട്ട് പറയുന്നത്. മാത്സിൻ്റെ ഒരു കംപ്ലീറ്റ് അവയർനെസ് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സിൻ്റെ SSC GDയുടെ പിനാക്കിളിൻ്റെ തന്നെ 2500+ വരുന്ന ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, പിനാക്കിളിൻ്റെ ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തു. ഞാൻ പഠിച്ച ഇപ്പോൾ നിങ്ങൾ ഒരു സിലബസ് കവർ ചെയ്തു, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കംപ്ലീറ്റ് ചെയ്തു, ടോപ്പിക് വൈസ് നിങ്ങൾ സിലബസ് കവർ ചെയ്തു. നിങ്ങളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നതായാലും അല്ലെങ്കിൽ യൂട്യൂബിൽ പഠിക്കുന്നവരാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഓഫ്ലൈനിൽ പോയി പഠിക്കുന്നവരാണെങ്കിലും എങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അറിയണം,
നിങ്ങൾ പഠിച്ചതൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതൊക്കെ കറക്റ്റ് ആണോ, ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് എന്താണ്, വീക്ക് പോയിന്റ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു പ്രാക്ടീസ് സെഷൻ കയ്യിൽ വയ്ക്കുന്നത് അത്യാവശ്യമാണ്. അതായത് ഒന്നി നിങ്ങൾ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ഉപയോഗിക്കുക, അത് നല്ലത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണൊന്നും യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ബുക്ക് ബേസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സിൻ്റെ ഈ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് സെഷൻസ് അറ്റൻഡ് ചെയ്ത് പോകാം. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പിനാക്കിളിൻ്റെ ഈ ബുക്കുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SSC കോൺസ്റ്റബിൾ GDയുടെ കിരൺസിൻ്റെ പബ്ലിക്കേഷൻ്റെ ആ ഒരു ബുക്കും നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ച് സോൾവ് ചെയ്യാവുന്നതാണ്. പിനാക്കിൾ നല്ല ബുക്കാണ്. ഇതിപ്പോൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ SSC GDയുടെ തന്നെ 2021 തൊട്ട് 24 വരെയുള്ള പാറ്റേൺ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 2013 തൊട്ട് 24 വരെ ഉള്ളത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇത് വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിനാക്കിളിൻ്റെ തന്നെ മേടിക്കാവുന്നതാണ്. ഇനി അടുത്ത് നിങ്ങൾ ഒരു ക്ലാസ്സിനും പോകുന്നില്ല, അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ ഓഫ്ലൈൻ ക്ലാസ്സസിനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആദിത്യരഞ്ജൻ്റെ ഫോർമുല ബുക്ക് എന്ന് പറയുന്ന കംപ്ലീറ്റ് മാത്സ് ബുക്കുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ലെവലുള്ള ബുക്കാണ്. അതായത് ഈ പറയുന്ന SSC CGL CHSL അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബുക്കാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിച്ചുകൂടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചുകൂടാന്നൊന്നുമില്ല. ആ ഒരു ബേസ് തൊട്ടേ പഠിച്ചു വരുന്ന ഒരു ബുക്കാണ്. അതായത് ബേസ് തൊട്ടേ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് വൈസ് ആയിട്ട്, അതായത് ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഫോർമുല ബുക്ക് വരുന്നത് മാത്സിൻ്റെ. അപ്പോൾ അത് വാങ്ങിച്ചു വെച്ച് പഠിക്കുന്നതിലും തെറ്റില്ല. ഓക്കെ, ഇത് ആരെ സംബന്ധിച്ചിട്ടാണ്, നിങ്ങൾ വേറെ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നില്ല, ഒന്നിനും പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് സെഷൻസ് വാങ്ങിച്ചു വെച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി അടുത്ത് GKയുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ GK വൈസ് നിങ്ങൾക്ക് GK ആണ് അടുത്ത് ഏറ്റവും പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും മസ്റ്റായിട്ട് മനസ്സിലാക്കുക. SSCയുടെ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സ്റ്റാറ്റിക് GK വിഭാഗത്തിൽ നിന്നാണ്. സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്തിട്ടാണ്. ആർട്ട്, നമ്മൾ ഈ പറയുന്ന പോലെ അപ്പോയിൻമെൻറ്റ്സ്, ആർട്ട് ആൻഡ് ഫെസ്റ്റിവൽസ്, കൾച്ചേഴ്സ്, നോബൽ പ്രൈസസ്, ഇങ്ങനത്തെ കുറേ അവാർഡ്സ്, ഇങ്ങനെയൊക്കെ വരുന്നത് ഏതിൽ നിന്നാണ്, നമ്മുടെ ഈ പറയുന്ന സ്റ്റാറ്റിക് GK പോർഷനിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിനാക്കിളിൻ്റെ സ്റ്റാറ്റിക് GK ബുക്ക് വാങ്ങിച്ചു വെച്ച് പഠിക്കാം. നിങ്ങൾ ഈ ഒരു ബുക്ക് മാത്രം വായിച്ചു വെച്ച് റെഫർ ചെയ്താൽ മതി. ഒരുപാട് സ്ഥലങ്ങളിൽ ഓരോ ക്ലാസ്സസ് കണ്ട് വരുന്നേക്കാൾ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് GK ബുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിക് ബേസ് നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്സ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ പിനാക്കിളിൻ്റെ സ്റ്റാറ്റിക് GK ഉണ്ട്, നിയോൺ പബ്ലിക്കേഷൻ്റെ ഗോഡ് ഫാദറിൻ്റെ സ്റ്റാറ്റിക് GK ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് എന്ത് ചെയ്യാൻ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ഇനി ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ ബാക്കി സബ്ജക്റ്റ് സ്റ്റാറ്റിക് GKക്ക് പുറമേ ഉള്ള സബ്ജക്റ്റാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരൊറ്റ ബുക്ക് മതി, ജനറൽ അവയർനെസ്സിൻ്റെ ബ്ലാക്ക് ബുക്കിൻ്റെ ബുക്ക്. ഓക്കെ, ഇതാണ് കൂടുതൽ പേരും എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് SSCയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള നമ്മുടെ GK സബ്ജക്ട്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബുക്കിൻ്റെ ജനറൽ അവയർനെസ് വാങ്ങിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും എടുത്തെടുത്ത് പറയുന്നുണ്ട്, ബുക്ക് വാങ്ങിച്ച് വെച്ച് പഠിക്കണമെന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ വേറൊരു ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേറെ ഒന്നും പോകുന്നില്ല എന്നുള്ളവരാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവോ, ഇത്രയും ബുക്സ് ഒക്കെ വാങ്ങിച്ച് വെച്ച് പഠിക്കാവോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് ഈ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് നമ്മൾ പറയുകയാണ്. ഇനി മാത്രമല്ല, ഇനി നിങ്ങൾ ഒരിടത്തും പോകുന്നില്ല, യൂട്യൂബിൽ ക്ലാസ്സസ് കണ്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടണമെന്ന് ഭയങ്കര എന്തായിരിക്കും, ചാൻസ് കുറവാണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ നോക്കണം. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ പേരും എന്ത് ചെയ്യുന്നു, ഓരോ ക്ലാസ്സസിൽ അറ്റൻഡ് ചെയ്തായിരിക്കും പഠിക്കുന്നത്. നല്ല കൃത്യമായ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഉപയോഗിച്ച് അവർ ഓർഗനൈസ് ചെയ്തായിരിക്കും പഠിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കാനാണ് നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ, അവരുടെ ഒരാളായി നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലി മേടിക്കണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ ഉറപ്പായിട്ടും SSC GDയുടെ ന്യൂ ലൈവ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓഫർ വാലിഡ് എന്ന് പറഞ്ഞാൽ April 14 to 21 ഇടയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓഫേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പുതിയ കോഴ്സസാണ് SSC GDയുടെ പുതിയ കോഴ്സ് ലോഞ്ചാണ്, യോധ 3.0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ പഠിച്ചു കയറാം. നിങ്ങൾക്കറിയാം ഒരുപാട് റിസൾട്ട് നമുക്ക് ഈ ഒരു
ദിശ അക്കാഡമിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഓഫ്ലൈൻ പഠിച്ച കുട്ടികളായാലും ഓൺലൈനിലായാലും യൂട്യൂബ് വഴി പഠിച്ചവരായാലും ഒരുപാട് കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ഞങ്ങളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ലൈവ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. SSC GDയുടെ ലൈവ് കോഴ്സാണ് കേട്ടോ, അതായത് 2025-26 ടൈമിലേക്കുള്ള ലൈവ് കോഴ്സാണ്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യം. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്ക് പറയുമ്പോൾ ഒരു കാര്യം മാത്രമേ എടുത്തു പറയാറുള്ളൂ. നമുക്ക് വരുന്ന രണ്ട് ടോപ്പിക്സ്, അതിൽ നിന്ന് വരുന്നത് ഒന്ന് വൊക്കാബ് സെക്ഷൻ, വൊക്കാബുലറി, നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൊക്കാബ് സെഷനും, രണ്ടാമത്തത് ഗ്രാമർ പാർട്ടുമാണ്. ഗ്രമാറ്റിക്കൽ എറേഴ്സിൻ്റെ കാര്യങ്ങളും മറ്റുമാണ് വരുന്നത്. ടെൻസസ് പോലെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും നിങ്ങളെ ഏറ്റവും ബെസ്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒന്ന് ബ്ലാക്ക് ബുക്കിൻ്റെ ഇംഗ്ലീഷ് വൊക്കാബുലറി മാത്രം. ഇതിലുള്ള വൊക്കാബ്സ് ആണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ വൊക്കാബ്സ് ഡെയിലി ഇത്രയെന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ നല്ലൊരു വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്ത് വരും. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണ്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ച് ഡെയിലി ഇതെന്ത് ചെയ്യുക, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒരു 10 ക്വസ്റ്റ്യൻസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ ഒരു 10 ക്വസ്റ്റ്യൻ, സിനോണിംസ് ആന്റണിംസിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഇത്ര വച്ച് ഞാൻ ഒരു ദിവസം പഠിക്കും എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിലെ ഏറ്റവും നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇംഗ്ലീഷിനെ ആ ഒരു ഇഷ്ടത്തോടെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇംഗ്ലീഷിൻ്റെ പിനാക്കിളിൻ്റെ SSC ഇംഗ്ലീഷിൻ്റെ പിനാക്കിളിൻ്റെ TCSൻ്റെ ഗ്രാമാറ്റിക്കൽ പാർട്ട്, അതായത് ഗ്രാമർ പാർട്ട് നിങ്ങൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസ് സെഷൻസ് അറ്റൻഡ് ചെയ്യണം. കാരണം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതായത് ഗ്രാമർ എറർ വരുമ്പോൾ ആ എറേഴ്സ് എപ്പോഴും സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ എറേഴ്സ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു പ്രാക്ടീസ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് SSC ഇംഗ്ലീഷിൻ്റെ ഇതുപോലത്തെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ പാർട്ടിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഏതിൽ വരുന്നത്, പിനാക്കിളിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വരും. സ്പോട്ട് ദ എറർ സ്പോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ ഇംഗ്ലീഷ് കോംപ്രഹെൻസീവ് പാസേജ് എന്നൊക്കെ പറഞ്ഞുള്ള കുറേ സംഭവങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 ബുക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും, കാരണം നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്, നിങ്ങൾ പഠിച്ച് മുന്നോട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് വൊക്കാബ്സ് ഇങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രാമാറ്റിക്കൽ പാർട്ടിൻ്റെ പ്രാക്ടീസ് എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്കറിയാം, നമ്മുടെ കോഴ്സിൽ ഇംഗ്ലീഷിനായാലും മാത്സിനായാലും എല്ലാത്തിനും നല്ല കൃത്യമായിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. നിങ്ങൾക്ക് യൂട്യൂബ് വഴി പരിചയമുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, അവരൊക്കെ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അത്രയും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നു. ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് കോഴ്സിലേക്ക് അഡ്മിഷൻ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും നല്ലപോലെ തന്നെ ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി റീസണിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, റീസണിങ്ങിൻ്റെ പ്രാക്ടീസ് സെക്ഷൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ശരിക്കും റീസണിങ് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആക്കി മാറ്റാം. അതിന് നമ്മൾ വലിയ എഫേർട്ട് ഇടണ്ട, പക്ഷെ ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് റീസണിങ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിലബസ് ഓരോ ടോപ്പിക്ക് വൈസ് അതിൻ്റെ കവർ ചെയ്ത് കഴിഞ്ഞാൽ, ടോപ്പിക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താണ്, അതിൻ്റെ പ്രാക്ടീസ് സെഷൻസ് മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കാരണം എങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും റീസണിങ്ങിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂം ആവുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റീസണിങ് ഏറ്റവും ബെസ്റ്റാണ്. ഈ പറയുന്ന 20 മാർക്ക് അല്ലെങ്കിൽ 25 മാർക്കിൽ 25 മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സുകളാണ് വരുന്നത്. ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിച്ച് നോക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റീസണിങ്ങിൻ്റെ ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. SSCയുടെ ഇത്രയും ബുക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്സിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ബുക്സ് ആണ്. അത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വാങ്ങിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങിച്ച് പഠിക്കാം. ഇല്ല, ഈ ഓഫ്ലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സോ യൂട്യൂബ് ക്ലാസ്സോ ഒക്കെ കണ്ടു പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും പഠിക്കാം. പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട്, ഒരു ചെറിയൊരു രീതിയിലെങ്കിലും സപ്പോർട്ട് നൽകാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ബുക്സ് ആണ്. അത് വേണമെങ്കിൽ വാങ്ങിച്ചു വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ആരുടെയും സഹായം നിങ്ങൾക്ക് ചോദിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആൻസറും ഉണ്ട്, ക്വസ്റ്റ്യൻസും ഉണ്ട്, എല്ലാം ചെയ്ത് നോക്കാനും പറ്റും. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു ബേസ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ബുക്സ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വർഷം GD നമുക്ക് എന്ത് ചെയ്യണം, സ്വന്തമാക്കാനുള്ള ഒരു എയിം മുന്നിൽ കണ്ടിട്ട് തന്നെ നിങ്ങളുടെ ഇനിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിക്കൊണ്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.